8 കിലോ ബീഫ് കറിയും 8 കിലോ നെയ്ച്ചോറിൻ്റെ ഓർഡർ ഉണ്ട്. ഒരു 10 വർഷം മുമ്പ് ഗൾഫിൽ നിന്നും കൊണ്ടുവന്ന കുക്കറാണ്. അടിപൊളി കുക്കറാണ്. ഈ കുക്കറൊന്നും ഇവിടെ നാട്ടിൽ കിട്ടാനില്ല. ഇറച്ചിക്ക് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ചോറുണ്ടാക്കുക. ചട്ടി ചൂടാക്കി കഴിഞ്ഞു. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്തതാണ്. ആ നെയ്യും കുറച്ച് എണ്ണയിൽ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാല ആദ്യം ഇട്ടാൽ ചോറ്റിന് നല്ലൊരു മണം ഉണ്ടാകും. കുറച്ച് കറിവേപ്പില. ചെറിയ രീതിയിൽ കളർ മാറുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു പാട്ട അരിക്ക് 2 പാട്ട വെള്ളമാണ്. ജീരകശാല അരിയാണ്. വെള്ളം തിളച്ച് ജീരകശാല ആയതുകൊണ്ടാണ് ഒരു പാട്ടയ്ക്ക് 2 പാട്ട വെള്ളം. തനിമാണെങ്കിലും റോസ് കൈമാണെങ്കിലും 1.5 പാട്ട വെള്ളം മതി. 10 കിലോന് മുകളിൽ വെക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കുറയും. ഈ സ്പൈസസിൻ്റെ പള്ളിക്കറി മസാല വെച്ചിട്ടാണ് നമ്മളിന്ന് ബീഫ് ചെയ്യുന്നത്. ഏകദേശം 500 ഗ്രാം പൊടി എടുത്തിട്ടുണ്ട്. നമ്മളിന്ന് ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. കുക്കറിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. മസാല ഇട്ടുള്ളൂ. പള്ളിക്കറിയാണെങ്കിലും ബീഫ് കറിയാണെങ്കിലും ഒക്കെ ഈ മസാല പൊടി കൊണ്ട് നമുക്ക് ചെയ്യാം. നമ്മളെ നെയ്ച്ചോറ് ഇട്ടിട്ടുണ്ട്. ഇവിടെ കറി റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു പണിയും കൂടെ ഉണ്ട്. ചട്ടി തൂങ്ങാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില, കുറച്ച് പള്ളിക്കറി മസാല കൂട്ടും ഇതിന് ചെയ്ത് താളിച്ച് ഇതിലേക്ക് ഒന്ന് ഇട്ടു. ബീഫ് കറി റെഡി. നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്.